ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എയ്ഡ്സും നിപ്പയും. നമ്മൾക്ക് പഠിക്കാനുള്ള എയ്ഡ്സും അതുപോലെ നിപ്പയും. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ പാത്തോജൻ്റെ പേരാണ് HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. ഈ HIV എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലി സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയാണ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും ട്രാൻസ്ഫർ ആവില്ല. ബ്ലഡ് വഴിയും അതുപോലെ തന്നെ നീഡിൽസ് ഷെയർ ചെയ്യുമ്പോഴും സിറിഞ്ചസ് ഷെയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബ്ലഡൊക്കെ അല്ല നമ്മുടെ ഓർഗൻസൊക്കെ ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ മദറിൽ നിന്ന് ഫോയിറ്റസിലേക്കും അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി മാത്രമാണ് ഈ HIV ട്രാൻസ്ഫർ. അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ കൊഫേ ചെയ്യുമ്പോഴോ ഒന്നും ട്രാൻസ്ഫർ ആവില്ല. സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ നീഡിൽസ് ഉപയോഗിച്ച നീഡിൽസോ സിറിഞ്ചസോ ഹോസ്പിറ്റലിൽ ഷെയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസോ ബ്ലഡൊക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ HIV ഉള്ള ആളുടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുപോലെ മദറിൽ നിന്ന് ഫോയിറ്റസിലേക്കുമാണ് ഈ എയ്ഡ്സ് അല്ലെങ്കിൽ HIV ട്രാൻസ്ഫർ ആവുന്നത്. T ലിംഫോസൈറ്റ്സ് ആണെയാണ് അവർ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുകയും അവരെയാണ് അവർ ഡിസ്ട്രോയ് ചെയ്യുക. പിന്നെ പ്രൈമറി സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഡിസീസസിനെ പോലെ ഇതാക്കുന്നു. പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നു. പിന്നെ കുറേ ഫാറ്റൽ ഡിസീസ്, അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട കുറേ ഡിസീസസും ഉണ്ടാകുന്നു. പിന്നെ നോൺ മെഡിസിൻ ടു ക്യൂർ എയ്ഡ്സ് ആൻഡ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റും. വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെഡിസിനും ഇല്ല. അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അത്രേ പറ്റുള്ളൂ. ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് ആരെന്നെയാണ്? T ലിംഫോസൈറ്റ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഓൺലി സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി മദറിന് ഫോയിറ്റസിലേക്കും അതുപോലെ നീഡിൽസും സിറിഞ്ചസൊക്കെ ഷെയർ ചെയ്യുമ്പോഴും ബ്ലഡും ഓർഗൻസൊക്കെ ഷെയർ ചെയ്യുമ്പോഴും ഒക്കെയാണ് ട്രാൻസ്ഫർ ആവുള്ളൂ. അല്ലാണ്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയൊന്നും ട്രാൻസ്ഫർ ആവില്ല. ഇനി നിപ്പയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിപ്പ വൈറസ് കൂടെ, നിപ്പയാണ് ഇവിടുത്തെ വൈറസ്. അതുപോലെ തന്നെ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന ബാറ്റ്സിലൂടെയും ഫ്രൂട്ട്സ് വഴിയും അതുപോലെ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലി വഴിയോ അല്ലെങ്കിൽ പിഗ് വഴിയൊക്കെ എന്താണ് ഇൻഫെക്റ്റഡ് പേഴ്സണിന് ഓൾസോ ഡയറക്റ്റ്ലി ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ട്രാൻസ്ഫർ ആകാം, പിഗ് എന്ന് വരാം. അതുപോലെ തന്നെ ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ബാറ്റ്സിൽ നിന്ന് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ വരാം. അവർ കടിച്ച ഫ്രൂട്ട് നമ്മൾ കഴിക്കുകയാണ്, അവർ കടിച്ച് വെച്ചത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും നിപ്പ വൈറസ് സ്പ്രെഡ് ചെയ്യാം. സാധാ പോലെ ഫീവറും ഹെഡേക്കും മസ്കുലർ പെയിനും കൊഫയും വൊമിറ്റിങ്ങും അതൊക്കെയാണ് മെയിനായിട്ട് സിംറ്റംസ്. ഒരു ആൻറ്റിവൈറൽ മെഡിസിൻസോ വാക്സിൻസോ ഇല്ല നിപ്പയ്ക്ക്. ആൻറ്റിവൈറൽ വൈറസസോ മെഡിസിൻസോ വാക്സിൻസോ ഇല്ല. അടുത്തതാണ് നമ്മുടെ ഫംഗസ് കോസ്. നമ്മൾ ബാക്ടീരിയ കോസ് ചെയ്യുന്നത് നോക്കി, വൈറസ് കോസ് ചെയ്യുന്നത് നോക്കി. ഇനി ഫംഗസ് കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ് റിംഗ് വാമും അതുപോലെ കാൻഡിഡൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം. റിംഗ് വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് അവരുമായിട്ടുള്ള കോണ്ടാക്ട്സും അതുപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റൊക്കെ പിടിക്കുമ്പോഴും എനിമൽസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ആകുന്നു. റിംഗ് വാം ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിഷ് സർക്കുലർ ഷേപ്പിൽ റെഡിഷ് റാഷസ് സംഭവിക്കുന്നു. അതുപോലെ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചൽ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ എനിമൽസിൽ നിന്നൊക്കെ റിംഗ് വാം വരാം. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ആയിട്ടുള്ള റെഡിഷ് റാഷസും ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചലും ഉണ്ടാകും. പിന്നെ കാൻഡിഡൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയും സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയും അതുപോലെ ക്ലോത്ത്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും ഈ കാൻഡിഡൈസിസ് വരും. അതെന്ന് വെച്ചാൽ വൈറ്റ് പാച്ചസ് മൗത്തിലും ഇച്ചിങ്, മൗത്തിലൊക്കെ വൈറ്റ് പാച്ചസും അതുപോലെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുമാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി പ്രോട്ടോസോവ കാരണം കൊണ്ട് ഉണ്ടാക്കും. നമ്മളിപ്പോൾ ബാക്ടീരിയയുടെ ബാക്ടീരിയയുടെ കാര്യങ്ങൾ നോക്കിയതു നേരത്തെ കണ്ടില്ലേ. ബാക്ടീരിയ കോസ് ചെയ്യണത് ട്യൂബർകുലോസിസും റാറ്റ് ഫീവറും ആണ്. അതുപോലെ വൈറസ് കോസ് ചെയ്യുന്നത് എയ്ഡ്സും അതുപോലെ നിപ്പയും ആണ് പഠിക്കാനുള്ളത്. അതുപോലെ ഫംഗസ് കോസ് ചെയ്യുന്ന റിംഗ് വാമും കാൻഡിഡൈസിസും ആണ് നോക്കാനുള്ളത്. പിന്നെ അടുത്തതാണ് പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന മലേറിയയും അതുപോലെ അമീബയോക്കിക് അമീബിക് എൻസെഫലാൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം. ഈ മലേറിയ കോസ് ചെയ്യണത് പ്ലാസ്മോഡിയാണ്, പാത്തോജൻ പ്ലാസ്മോഡിയാണ് കോസ് ചെയ്യണത്. അതുപോലെ അമീബിക് എൻസെഫലാൻഡസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിജർല ഫൗളറി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോട്ടോസോവയാണ്
കോസ് ചെയ്യണത്. ഈ മലേറിയ കോസ് ചെയ്യണത് പ്ലാസ്മോഡിയാണ്, പാത്തോജൻ പ്ലാസ്മോഡിയാണ് കോസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ത്രൂ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ റെഡ് ബ്ലഡ് സെൽസിനെ എഫക്റ്റ് ചെയ്യുന്നു, അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതൊക്കെ മലേറിയ വഴിയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫീവർ, അതുപോലെ തന്നെ ചിൽസ് ആൻഡ് ഷിവറിങ്, ഭയങ്കരമായിട്ട് ഷിവറിങ് സംഭവിക്കുക, ഹെഡ് ഏക്ക് സംഭവിക്കുക, വൊമിറ്റിങ്സ് സംഭവിക്കുക, മസ്കുലർ പെയിൻ സംഭവിക്കുക, ബോഡി പെയിൻ ഉണ്ടാവുക, പിന്നെ ഭയങ്കര ക്ഷീണം. അതൊക്കെ എന്താണ് മലേറിയയുടെ സിംറ്റംസ് ആണ്. പ്ലാസ്മോഡിയം കോസസ് ചെയ്യുന്ന പാത്തോജൻ പ്ലാസ്മോഡിയം ആണ്. അത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ റെഡ് ബ്ലഡ് സെൽസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു, അത് എഫക്റ്റ് ചെയ്യുകയും അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു, പ്ലാസ്മോഡിയം മലേറിയ. പിന്നെ അടുത്തതാണ് അമീബിക് എൻസൈഫലാന്തസിസ്. അമീബിക് എൻസൈഫലാന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയ ഫ്ലൗറി ആണ് കോസ് ചെയ്യുന്നത്. കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയും നോസസ് വഴിയും പാത്തോജൻസ് ബ്രെയിനിലേക്കാണ് ഡയറക്റ്റായിട്ട് എത്തുക. പിന്നെ അതേപോലെ അതിന് കഴിക്കാൻ പറ്റിയ ടാബ്ലറ്റാണ് ആൽബിനോഡൈസോളാണ് നമ്മൾ കൊടുക്കുന്ന ടാബ്ലറ്റ്സ്. പിൻ വോംസിനെയും റൗണ്ട് വോംസിനെയൊക്കെ എതിരായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൽബെൻഡോസോൾ. ഓക്കെ, ആൽബെൻഡോസോൾ. അടുത്തതാണ് ഫിലാരിസിസ്. ഫിലാരിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് എന്നൊക്കെ പറയില്ലേ, ഫിലാരിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലാരൽ വോംസസ് ആണ് കോസ് ചെയ്യുന്നത്. അത് ഫീമെയിൽ കുലക്സ് മോസ്കിറ്റോ, മറ്റേത് അനോഫിലസ് മോസ്കിറ്റോസ് വഴിയാണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഇവിടെ ഫീമെയിൽ കുലക്സ് മോസ്കിറ്റോ വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഫിലേരിയൽ വോംസസ്, ഫിലാരിസിസ് കോസ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറികളിലേക്ക് കുഞ്ഞു അതിൻ്റെ ലാർവ ബ്ലഡ് സ്ട്രീം വഴി എത്തുന്നു. എത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ലിംബതറ്റിക്കൽ വെസൽസിനെയും അതുപോലെ ലിംബതറ്റിക് വെസൽസിൽ സെറ്റിലായിട്ട് അതിൻ്റെ ലിംത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആണ് മന്ത് വരുന്നത്. ലെഗും ആംസും ജെനിറ്റൽ ഓർഗൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, സ്വൊള്ളനായിട്ട് എൻലാർജ്ഡ് നടക്കുന്നു, എൻലാർജായിട്ട് നമ്മുടെ ലിംപിൽ അക്കോമുലേറ്റ് ചെയ്യുന്നു. അതാണ് എന്ത്, ഫിലാരിസിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീമെയിൽ കുലക്സ് മോസ്കിറ്റോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫിലാരൽ വോംസസ്. അതിൽ ഈ ലാർവ ബ്ലഡ് സ്ട്രീമിൽ വഴി എത്തുന്നു, എന്നിട്ട് അത് ഈ ലിംബതറ്റിക് വെസൽസിൽ ഗ്രോ ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നോർമൽ ഫ്ലോ ലിംത്തിൻ്റെ നോർമൽ ഫ്ലോനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലെഗിനെയും ആർമിനെയും ജെനിറ്റൽ ഓർഗൻസിനെയൊക്കെയും സ്വൊള്ളൻ ചെയ്യുന്നു. അതുപോലെ എൻലാർജും ചെയ്യുന്നു. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ വഴിയൊന്നും അല്ലാണ്ട് സാധാ ട്രാൻസ്ഫർ ചെയ്യാത്ത അസുഖങ്ങളാണ് ക്യാൻസർ, അതുപോലെ തന്നെ കണ്ടാജിനസ് ആയിട്ടുള്ള നോൺ കണ്ടാജിനസ് ആയിട്ടുള്ള ഡിസീസാണ് ക്യാൻസർ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന ഡിസീസ്, ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സൊക്കെ. ഫസ്റ്റ് നോക്കാനുള്ളത് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള അൺകൺട്രോളബിൾ സെൽ ഡിവിഷനാണ്. അബ്നോർമൽ ആയിട്ടുള്ള, നോർമൽ സെൽ ഡിവിഷൻ അല്ലാണ്ട് അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഡിവിഷനെയാണ് എന്ത് പറയുന്നത്, നോർമൽ ആയിട്ടുള്ള സെൽ ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അബ്നോർമൽ ആയിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഒരു ഓർഗൻസിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അൺകൺട്രോളബിൾ ഡിവിഷനെയാണ് എന്ത് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. വെൻ കൺട്രോൾ മെക്കാനിസം ഓഫ് എ സെൽ ഡിവിഷൻ പ്രോസസ് ഫെയിൽ, കൺട്രോൾ മെക്കാനിസം സെൽ ഡിവിഷൻ്റെ കൺട്രോൾ മെക്കാനിസം ഫെയിൽ ചെയ്യുമ്പോൾ നോർമൽ സെൽസസ് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ നോർമൽ സെൽസസ് ക്യാൻസർ സെല്ലായിട്ട് മാറുന്നു. ഈ ക്യാൻസർ സെൽ എന്ത് പറയുന്നു, ഓരോ ബോഡി പാർട്സിലേക്ക് എത്തുകയും ബ്ലഡ് വഴി ലിംഫ് വഴി എത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വരുന്നത്. ഈ ക്യാൻസർ കോസിങ് സെൽസസ് കൂടുമ്പോഴാണ് ക്യാൻസർ സംഭവിക്കുന്നത്. ജെനറ്റിക്കൽ ചേഞ്ചസ് കാരണമോ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ഫാക്ടർ കാരണമോ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണവും വരാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റ് തെറാപ്പി, ഹോർമോൺ തെറാപ്പിയൊക്കെയാണ് നമുക്ക് ഈ ക്യാൻസറിനായിട്ട് ചെയ്യാനുള്ള തെറാപ്പികളുള്ളൂ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.